Next chapter is Antileprotic drugs. Okay, Antileprotic drugs. Leprosy is otherwise known as Hansen's disease. Okay, so leprosy and Hansen's disease ന്നും പറയും. So antileprotic drugs അല്ലെങ്കിൽ Hansen's diseasesന് എന്തൊക്കെ ഡ്രഗ്സ് ആണ് കൊടുക്കുന്നത്, അതിൻ്റെ മെക്കാനിസം, ഫാർമക്കോളജി, ADR uses. Okay, so what is leprosy? Leprosy or Hansen's disease is a chronic infectious disease caused by the organism Mycobacterium leprae. Okay, so Mycobacterium leprae produces leprosy or Hansen disease. It mainly affects on skin, eyes, nose and peripheral tissues. Okay, then major signs and symptoms are light colored spot on the skin, muscle weakness, numbness in arms and legs. Okay, so ഇതൊക്കെയാണ് ഹാൻസൺസ് ഡിസീസസിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. സോ ഇത് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ളൊരു ക്യൂറബിൾ ആയിട്ടുള്ളൊരു ഡിസീസാണ് ഹാൻസൺസ് ഓർ ലെപ്രസി എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ എന്ത് പറയും, കുഷ്ഠരോഗം എന്നൊക്കെ പറയും. ഓക്കെ, സോ കമ്മിങ് ടു ദ ക്ലാസിഫിക്കേഷൻ, ആൻറ്റിലെപ്രോട്ടിക് ഡ്രഗ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 types which are sulfone derivative dapsone, phenicin derivative clofazamine, then anti-tubercular drug rifampicin, ethionamide. Then other antibiotics are ofloxacin, moxifloxacin, Minocycline and clarithromycin. Okay, 4 category of medicines ആണ് ഇവിടെ കൊടുക്കുന്നത്. അതിൽ നമുക്ക് പരിചയമുള്ള ഏതാണ്, ആൻറ്റി ട്യൂബർക്കുലർ ഡ്രഗ്സ് ആൻഡ് അതർ ആൻറ്റിബയോട്ടിക്സ് നമുക്ക് പരിചയമുണ്ട്. നമ്മൾ കീമോതെറാപ്പിയിൽ നോക്കിയ ആൻറ്റിബയോട്ടിക്സും TBയുടെ ക്ലാസ്സിൽ, അതായത് ആൻറ്റി ട്യൂബർക്കുലർ ഡ്രഗ്സിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള റിഫാമ്പിൻ ഓർ റിഫാമ്പിസിനും എത്തിയോണമൈഡും. ഓക്കെ, സോ പുതിയതായിട്ട് വന്നിട്ടുള്ള 2 ഡ്രഗ്സ് എന്ന് പറയുന്നത് സൾഫോൺ ഡാപ്സോൺ, ഫെനസിൻ ഡെറിവേറ്റീവ്സ് ക്ലോഫാസാമിൻ. Okay, so dapsone is chemically diphenyl diamino sulfone ആണ്. ഓക്കെ, ഡൈഅമിനോ ഡൈഫിനൈൽ സൾഫോൺ, 2 അമിനോ ഗ്രൂപ്പ് 2 ഫിനൈൽ ഗ്രൂപ്പ് ചേരുന്ന ഒരു സൾഫോൺ കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ് ഡാപ്സോൺ എന്ന് പറയുന്നത്. Then coming to its mechanism of action, dapsone is chemically related to നമ്മുടെ സൾഫോണമൈഡ്സ്. ഓക്കെ, സൾഫോണമൈഡ്സ് നമ്മൾ ഇൻഡിവിജ്വൽ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. സോ സൾഫോണമൈഡ്സുമായിട്ട് സിമിലർ മെക്കാനിസം ഒക്കെയുള്ള സൾഫോണമൈഡ് കാറ്റഗറിയിൽ വരുന്ന ഡ്രഗാണ് ഡാപ്സോൺ. സോ വാട്ട് ഇസ് ദ മെക്കാനിസം? പാരാമിനോ ബെൻസോയിക് ആസിഡ് ആൻഡ് ടെറിഡിൻ ന്യൂക്ലിയസ് is combined to form dihydroteroic acid, then dihydrofolic acid is formed and tetrahydrofolic acid is formed by the help of 2 enzymes that are dihydroteroate synthase, dihydrofolate synthase. Then this dihydrofolic acid is combines with an enzyme dihydrofolate reductase. It forms tetrahydrofolic acid. Okay, then അതിൽ നിന്നാണ് DNA ഫോർമേഷൻ ബൈ പ്യൂറിൻ പിരമിഡിനൊക്കെ ഫോം ചെയ്തിട്ട് DNA സിന്തസിസ് നടക്കുന്നത്. സോ ഈ ഒരു പാത്വേനെ എന്ത് ഇൻഹിബിറ്റ് ചെയ്യും? നമ്മുടെ ഡാപ്സോൺ, സൾഫോണമൈഡിൻ്റെ സിമിലർ മെക്കാനിസം സൾഫോണമൈഡ്, ദെൻ പൈറിമെത്തമൈൻ, കോട്രൈമോക്സിസോൾ, ഇവരുടെ ഒക്കെ സിമിലർ മെക്കാനിസം തന്നെയാണ്. സോ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ മെക്കാനിസത്തിൽ ഡൈഹൈഡ്രോടെറോയേറ്റ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ് ഡാപ്സോൺ ഇൻഹിബിറ്റ് ചെയ്യുന്നത്, ദെയർ ബൈ ഇൻഹിബിറ്റിംഗ് ദി bacterial DNA synthesis. Okay, so sulfonamide, cotrimoxazole, that is sulfamethoxazole, trimethoprim, എല്ലാവരുടെയും മെക്കാനിസം ഓഫ് ആക്ഷൻ സിമിലർ തന്നെയാണ്. സോ ഡാപ്സോണിൻ്റെ മെക്കാനിസം പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ട, ഒരു പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, next pharmacokinetics. Dapsone is a completely absorbed after oral administration, widely distributed drug ആണ്. CSF penetration is very poor. 70% of drug is bound to plasma protein. പിന്നെ ഈ ഡാപ്സോണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇറ്റ് കോൺസെൻട്രേറ്റഡ് ഇൻ സ്കിൻ, എസ്പെഷ്യലി ലെപ്റ്റോമാറ്റിക് സ്കിൻ, അതായത് ലെപ്ര റിയാക്ഷൻസ് ഉള്ള സ്കിന്നിൽ ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. മസിൽ, ലിവർ ആൻഡ് കിഡ്നി. ദെൻ മെറ്റബോളിസം ബൈ അസിറ്റിലേഷൻ ആണ്, ഗ്ലൂക്കോയുറോണൈഡ് സൾഫൈഡ് കോൺജുഗേഷൻ ഇൻ ലിവറിൽ മെറ്റബോളിസം. ദെൻ ദീസ് മെറ്റബോളൈറ്റ്സ് ആർ എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ. ഇറ്റ്സ് T-half is variable, മോർ ദാൻ 24 hours ഒക്കെ വേരിയബിൾ ആണ്. ദെൻ ഇതിന് ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ടോക്സിറ്റി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, ബിക്കോസ് ഇത് എന്താണ്, എൻട്രോഹെപ്പാറ്റിക് സർക്കുലേഷൻ വഴി ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ദി ഫാർമക്കോകൈനറ്റിക്. നമ്മൾ ഓർക്കേണ്ട പോയിന്റ് എന്താണ്, അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ടോക്സിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ coming to the ADRs, hemolytic anemia. Hemolytic anemia നമ്മൾ സൾഫോണമൈഡ്സിലും പഠിച്ചു. സോ G6PD ഡെഫിഷ്യൻസി, ഗ്ലൂക്കോസ് 6-phosphate dehydrogenase എൻസൈം ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള പേഷ്യൻസിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹീമോലൈറ്റിക് അനീമിയ. ഗ്യാസ്ട്രിക് ഇൻടോളറൻസ് ലൈക്ക് നോസിയ,
anorexia, then methemoglobinemia, headache, paresthesia, mental symptoms and drug fever. These are the important side effects. അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പെക്യുലിയർ സൈഡ് എഫക്ട്സ് G6PD ഡെഫിഷ്യൻസിയിൽ ഉള്ളവർക്ക് എന്ത് കോസ് ചെയ്യുന്നു? ഹീമോലൈറ്റിക് അനീമിയ കോസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഡ്രഗ് ഫീവർ ആൻഡ് ക്യൂട്ടേനിയസ് റിയാക്ഷൻസ് ലൈക്ക് ഇച്ചിങ്, അലർജി, ഫിക്സഡ് ഡ്രഗ് ഇറപ്ഷൻസ്, then hypermelanosis, phototoxicity, exfoliative dermatitis. These are the symptoms or side effects associated with skin. Then hepatitis and granulocytosis. ഇതൊക്കെയാണ് മേജർ സയൻസ് ഏഡിയാസ് എന്ന് പറയുന്നത്. ഏഡിയാസിൻ്റെ സയൻസ് ഇതിൽ ക്യൂട്ടേനിയസ് റിയാക്ഷൻസിൻ്റെ സയൻസ് ആണ് ഈ പറഞ്ഞത്. ഇനി ഒരു പെക്യുലർ ഏഡിയാർ വരുന്നതാണ് സൾഫോൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡാപ്സോണിൻ്റെ പെക്യുലർ സൈഡ് എഫക്റ്റ് സൾഫോൺ സിൻഡ്രോം ആൻഡ് G6PD ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഹീമോലൈറ്റിക് അനീമിയ. സോ വാട്ട് ഇസ് സൾഫോൺ സിൻഡ്രോം? ഇറ്റ് ഡെവലപ്പ് 4 to 6 weeks ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ഓഫ് ഡാപ്സോൺ. സോ ഡാപ്സോൺ സ്റ്റാർട്ട് ചെയ്ത് ഒരു 4 മുതൽ 6 ആഴ്ച വരുമ്പോഴേക്കും ഫീവർ, മാലേസ്, lymph node enlargement, desquamation of skin, jaundice and anemia. സോ ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ കാണും. സോ ഇതിനെ നമ്മൾ പറയുന്നത് ഡാപ്സോൺ സിൻഡ്രോം എന്നാണ്. ഇതൊരിക്കലും ലെപ്രസി കൊണ്ടല്ല. ഇതെന്താ, നമ്മൾ ഡ്രഗ് കൊടുത്ത് ആ ഡ്രഗിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് സൾഫോൺ സിൻഡ്രോം, അതായത് എസ്പെഷ്യലി നമ്മുടെ ഡാപ്സോൺ കൊണ്ടുണ്ടാകുന്നത്. സോ ദീസ് ആർ ദ സിംറ്റംസ്. ഓക്കെ, സോ ദിസ് Dapsone is contraindicated in severe anemic patients because in the hemolytic anemia is one of the ADR of this Dapsone. So here also it produces anemia, therefore it is contraindicated in anemic patients. And another condition is G6PD deficiency. So G6PD deficiency by birth ഒരാൾക്ക് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ല എങ്കിൽ ഡാപ്സോൺ കൊടുക്കാൻ പാടില്ല because it produces hemolytic anemia. Then what are the uses of antileprotic drugs? Antileprotic drugs and the uses, ഡാപ്സോണിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? As usual, it's an antileprotic drug used in combination with pyrimethamine and for chloroquine resistant malaria. So malaria നമ്മളിനി കമ്മിങ് ക്ലാസ്സസിൽ പഠിക്കും. സോ അവിടെ ടിപ്പിക്കൽ ഡ്രഗ് കൊടുക്കുന്നത് ക്ലോറോക്കിൻ ആണ്. സോ ക്ലോറോക്കിൻ കുറേ നാൾ കൊടുക്കുമ്പോൾ റെസിസ്റ്റൻ്റ് ആവും. സോ ആ കേസസിൽ പൈറിമെത്തമൈൻ്റെ കൂടെ നമ്മൾ കോമ്പിനേഷനിൽ ഡാപ്സോൺ കൊടുക്കാറുണ്ട്. ദെൻ ടോക്സോപ്ലാസ്മോസിസ്, ദെൻ പി ജെറോക്കി ഇൻഫെക്ഷൻസിനൊക്കെ നമ്മുടെ എന്ത് കൊടുക്കാൻ പറ്റും? ഡാപ്സോൺ കൊടുക്കാനായിട്ട് പറ്റും. സോ ദീസ് ആർ ദ യൂസസ്. ഓക്കെ, ആൻറ്റിലെപ്രോട്ടിക്, ദെൻ കോമ്പിനേഷൻ വിത്ത് പൈറിമെത്തമൈൻ in ഏത് കണ്ടീഷനിലാണ്? ക്ലോറോക്കിൻ റെസിസ്റ്റന്റ് മലേറിയ, ടോക്സോപ്ലാസ്മോസിസ് ആൻഡ് ജെറോക്കി ഇൻഫെക്ഷൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് ഡ്രഗ് ഇസ് ക്ലോഫാസാമിൻ. ഓക്കെ, ക്ലോഫാസാമിൻ എന്ന് പറയുന്നത് ഒരു ഡൈ ആണ്. നമ്മൾ യൂറിനറി ആൻറ്റിസെപ്റ്റിക്സിലും ഒരു ഫെനസിൻ ഡൈ പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഇവിടെയും എന്താണ് ക്ലോഫാസാമിൻ. ഇറ്റ്സ് എ ലെപ്രോസ്റ്റാറ്റിക് ഡൈ ആണ് വിത്ത് എന്ത് പ്രോപ്പർട്ടീസ് ഉണ്ട്? ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ലെപ്രോസ്റ്റാറ്റിക് ഡൈ ആണ് ക്ലോഫാസാമിൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ മെക്കാനിസം? ഇറ്റ് ഇൻ്റർഫിയർ വിത്ത് ദ template function of DNA, that is the mycobacterium leprae DNA-യിൽ ഇൻ്റർഫിയർ ചെയ്തിട്ട് എന്താണ് ഓൾട്രേഷൻ ഓഫ് മെംബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പോർട്ട് ഫംഗ്ഷൻ. ആ മൈക്കോബാക്ടീരിയം ലെപ്രയുടെ ഉള്ളിൽ കടന്ന് അവരുടെ ട്രാൻസ്പോർട്ട് മെക്കാനിസത്തിനെയും അതുപോലെ സ്ട്രക്ചറിനെയും എന്ത് ചെയ്യും? ഇറിറ്റേറ്റ് ചെയ്യുന്നു. സോ ഡിസ്ട്രപ്ഷൻ ഓഫ് മൈറ്റോകോൺട്രിയൽ ആൻഡ് ETC ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും അവരുടെ സെല്ലുലാർ ഫംഗ്ഷൻസ് ഒക്കെ ഇൻഹിബിറ്റഡ് ആവും. സോ ദാറ്റ് ലീഡ്സ് ടു സ്റ്റാറ്റിക് ഇഫക്റ്റ്. ഓക്കെ, ബാക്ടീരിയോസ്റ്റാറ്റിക് ഇഫക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ യൂസ്ഡ് എലോൺ, ഇപ്പോൾ നമ്മൾ ക്ലോഫാസാമിൻ എലോൺ കൊടുക്കുകയാണെങ്കിൽ സ്ലോവർ റെസ്പോൺസ് ദെൻ ഡാപ്സോണിനേക്കാളും റെസ്പോൺസ് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നു. സോ എപ്പോഴും കോമ്പിനേഷനിലാണ് കൊടുക്കുന്നത്. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന് പറയുന്ന പോലെ ഇവിടെയും മൾട്ടി ഡ്രഗ് തെറാപ്പി ഉണ്ട്. സോ അതിൻ്റെ ഒരു ഡ്രഗിൻ്റെ കൂടെ കമ്പൈൻ ചെയ്താണ് നമ്മളെപ്പോഴും ക്ലോഫാസാമിൻ കൊടുക്കുന്നത്. എലോൺ കൊടുത്താൽ എഫിക്കസിയും കുറവാണ്, റെസിസ്റ്റൻസ് ഫാസ്റ്റിനായിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ഫാർമക്കോകൈനറ്റിക്സ്. Orally it is active, then it is accumulates in macrophages, deposited as needle-shaped crystals in inflammatory tissues. Okay, so ഇതൊക്കെ ഓർക്കേണ്ട സൈഡ് എഫക്റ്റിലും അസോസിയേറ്റ് ചെയ്ത് വരും. സോ ഓർക്കേണ്ട ഫാർമക്കോകൈനറ്റിക്സ് ആണ്. ദെൻ CSF-ൽ പുവർ പെനട്രേഷൻ, ലൈക്ക് ഡാപ്സോൺ ഇവർക്കും പെനട്രേഷൻ ഇൻ ടു ദ CSF ഇസ് ലോ. സൈഡ് എഫക്ട്സ് മൾട്ടി ഡ്രഗ് ട്രീറ്റ്മെൻറ്റിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അലോൺ കൊടുക്കാറില്ല, MDR-ലാണ് കൊടുക്കുന്നത്. ഇസ് MDT മൾട്ടി ഡ്രഗ് ട്രീറ്റ്മെൻറ്റിലാണ് കൊടുക്കുന്നത്. സോ റെഡിഷ് ബ്ലാക്ക് ഡിസ്കളറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്കളറേഷൻ ഓഫ് ഇറ്റ്സ് എ ഡൈ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് എ ലെപ്രോസ്റ്റാറ്റിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈ ആണ് ക്ലോഫാസാമിൻ എന്ന് പറയുന്നത്. സോ ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ, ബോഡി ഹെയർ ആൻഡ് സെക്രീഷൻസ് ഒക്കെ കളർ ചേഞ്ച് ആവും. ദെൻ സ്കിൻ്റെ കളർ റെഡിഷ് ബ്ലാക്ക് ഡിസ്കളറേഷൻ വരുന്നു. സ്കിൻ ഡ്രൈ ആവുന്നു, ഇച്ചി, സ്കെയിലിംഗ്, ഡ്രൈ ആയിട്ട് ഉണങ്ങിപ്പോവുക.
then acne from eruptions, phototoxicity, conjunctival pigmentation. അയിലൊക്കെ പിഗ്മെൻറ്റേഷൻ വരുന്നു ക്ലോഫാസാമിൻ കൊടുക്കുമ്പോഴേക്കും. ഓക്കെ, then GI symptoms, nausea, abdominal pain, loose stools, anorexia, weight loss, then late start GI symptoms. ഈ GI symptoms ഒക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ ഇതാണ് GI symptoms എന്ന് പറയുന്നത്. ഇനി ക്ലോഫാസാമിൻ should be avoided early pregnancy or in patients with liver kidney damage ഉള്ള പേഷ്യൻസ് ക്ലോഫാസാമിൻ റീനൽ ടോക്സിറ്റി ഉള്ള പേഷ്യൻസ് ഒന്നും ക്ലോഫാസാമിൻ എടുക്കരുത്. ഹെപ്പാറ്റിക് എഫക്ട്സ് ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ ഡിസീസസ് ഉള്ളവർ ക്ലോഫാസാമിൻ കഴിക്കാനായിട്ട് പാടില്ല. ഓക്കെ, സോ ദീസ് ആർ ദ കോൺട്രാ ഇൻഡിക്കേഷൻസ്. നെക്സ്റ്റ് ഡ്രഗ് ഇസ് റിഫാംപസിൻ. ആൻറ്റി ട്യൂബർക്കുലർ ഡ്രഗിൽ നമ്മൾ റിഫാംപസിൻ ഫസ്റ്റ് ലൈൻ ഡ്രഗിലാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെയും ലെപ്രസിയിലും ഫസ്റ്റ് ലൈൻ ആയിട്ട് കൊടുക്കുന്ന ഡ്രഗ് തന്നെയാണ് റിഫാംപസിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ട്യൂബർക്ലോസിഡൽ ഡ്രഗ് ആണ്. ഓക്കെ, ട്യൂബർക്ലോസിഡൽ ആണ്. Then also potent against Mycobacterium leprae against item. So Mycobacterium tuberculosis bacilli against item, leprae against item function ചെയ്യുന്ന antibiotic ആണ്. It's a tuberculosidal antibiotic ആണ് rifampicin എന്ന് പറയുന്നത്. Up to 99.99% Mycobacterium leprae നമുക്ക് kill ചെയ്യാനായിട്ട് വരും within 3 to 7 days by 600 mg daily dose. Okay, so it's a tuberculosidal drug ആണ്. ഇവിടെയും നമുക്ക് Mycobacterium leprae kill ചെയ്യുന്നു. സോ എങ്ങനെയാണ് ഇവിടുത്തെ മെക്കാനിസം? ബൈൻഡ് ടു ബീറ്റ സബ് യൂണിറ്റ്, then DNA dependent RNA polymerase, RNA synthesis inhibition, inhibit the protein synthesis, no growth and multiplication of the Mycobacterium leprae, so thereby it produces bactericidal action. Okay, similar mechanism തന്നെയാണ്, ഓർഗാനിസം മാത്രം ചേഞ്ച് എന്നേ ഉള്ളൂ. Then dividing bacteriaസിലും ആക്ട് ചെയ്യുന്നുണ്ട്, സ്ലോ ഫോമിങ് ബാക്ടീരിയാസിലൊക്കെ. ദാറ്റ് ഈസ് Mycobacterium leprae is slowly or intermittently dividing bacteriaസിന് അഗൈൻസ്റ്റും വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ ADR യൂസ് അതുപോലെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒക്കെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി ട്യൂബർക്കുലർ ഡ്രഗ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് റെഫർ ചെയ്യുക. നെക്സ്റ്റ് ഇസ് അതർ ആൻറ്റിബയോട്ടിക്, ഓഫ്ലോക്സാസിൻ, മിനോസൈക്ലിൻ, മോക്സിഫ്ലോക്സാസിൻ, ക്ലാരിത്രോമൈസിൻ. സോ ഇതിൽ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ എന്താണ് നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. അതിനുശേഷം ലെപ്രസിയിൽ ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദി ഓഫ്ലോക്സാസിൻ. മെനി ഫ്ലൂറോക്വിനോളോൺസ് ലൈക്ക് ഓഫ്ലോക്സാസിൻ, പിഫ്ലോക്സാസിൻ, മോക്സിഫ്ലോക്സാസിൻ, സ്പൈറാഫ്ലോക്സാസിൻ ആർ ഹൈലി ആക്റ്റീവ് അഗൈൻസ്റ്റ് മൈക്കോബാക്ടീരിയം ലെപ്രെ. ഓക്കെ, എം ലെപ്രയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഫ്ലൂറോക്വിനോളോൺസിൻ്റെ എക്സാമ്പിളാണ് ഈ ഒരുപാട് ഫ്ലൂറോക്വിനോളോൺസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ക്ലിനിക്കലി പക്ഷേ ഓഫ്ലോക്സാസിൻ ആണ് കുറച്ചും കൂടി ടാർഗറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ് ഇൻ ദ കമ്പോണൻറ്റ് ഓഫ് MDT. വാട്ട് ഇസ് MDT? ഇറ്റ്സ് എ മൾട്ടി ഡ്രഗ് ട്രീറ്റ്മെൻ്റ് ആണ്. ട്യൂബർക്ലോസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഒരു ഡ്രഗ് ഒരിക്കലും ഒറ്റയ്ക്ക് കൊടുക്കാറില്ല അല്ലേ, പൈസോണിയാസിന് മാത്രം കൊടുക്കുന്ന കേസസ് ഒക്കെ കുറവാണ്. എന്തുകൊണ്ടാണ്? ഫാസ്റ്റിനായിട്ട് റെസിസ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താണ് ലെപ്രസിയിലും മൾട്ടി ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്, ഒരു മൾട്ടി ഡ്രഗ് തെറാപ്പി കൊടുക്കാറുണ്ട്. സോ അതിൻ്റെ ഒരു മൾട്ടി ഡ്രഗ് എന്ന് പറയുമ്പോൾ ഒന്നിലേറെ ഡ്രഗ്സ് അല്ലേ. സോ ഒരു ക്ലോഫാസാമിനോ അല്ലെങ്കിൽ ഒരു ഡാപ്സോണോ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പമൊക്കെ ഓഫ്ലോക്സാസിൻ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ മൾട്ടി ഡ്രഗ് ട്രീറ്റ്മെൻറ്റിൻ്റെ റെജിമനായിട്ട് കൊടുക്കാറുണ്ട്. ഇറ്റ്സ് എ ബാക്ടീരിയസിഡൽ ഇൻ ആക്ഷൻ ആണ്, ബാക്ടീരിയസിഡൽ ആണ്. ഓക്കെ, സോ ഇറ്റ് വിൽ കിൽ ദി ഓർഗാനിസം. Uses alternative regimen to cause rifampicin, shortened duration of treatment, reduces chances of drug resistance. അപ്പോൾ റിഫാംപസിൻ ഓർ റിഫാംപിൻ കൊടുക്കാൻ പറ്റാത്ത ഒരു പേഷ്യൻറ്റിന് നമുക്ക് ഇപ്പോൾ ഹെപ്പാറ്റോക്സിറ്റി ഒക്കെ സിവിയർ ആയിട്ടുള്ള പേഷ്യൻസിന് റിഫാംപിൻ കൊടുക്കാനായിട്ട് പാടായിരിക്കും. സോ ആ കേസസിൽ റിഫാംപിനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഓഫ്ലോക്സാസിൻ കൊടുക്കാനായിട്ട് പറ്റും. ദെൻ shorten the duration of treatment, duration short ആക്കാൻ പറ്റും. then chances of resistance, drug resistance, ഇങ്ങനെ മൾട്ടി ഡ്രഗ്സ് കൊടുക്കുന്ന വഴി അതിൽ ഫ്ലോക്സാസിന് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും? റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. then മോക്സിഫ്ലോക്സാസിൻ potent fluoroquinolones against Mycobacterium leprae. നെക്സ്റ്റ് ഇസ് മിനോസൈക്ലിൻ. മിനോസൈക്ലിൻ എന്ന് പറയുന്ന ഒരു ടെട്രാസൈക്ലിൻ ആണ്. ഡ്യൂ ടു ഹൈ ലിപ്പോഫിലിസിറ്റി, ഇവർക്ക് ലിപ്പോഫിലിസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ മൈക്കോബാക്ടീരിയം ലെപ്രയുടെ ഉള്ളിൽ പെനട്രേറ്റ് ചെയ്ത് കയറാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദെൻ പ്രൊഡ്യൂസ് പീക്ക് പ്ലാസ്മ ബ്ലഡ് ലെവൽ 100 mg കൊടുത്താൽ തന്നെ പ്ലാസ്മ ബ്ലഡ് ലെവലിൽ ഹയർ കോൺസെൻട്രേഷൻ കാണിക്കും. പൊട്ടൻസി 10 to 20 times ആണ്. ദെൻ ഇതും MDT റെജിമെൻറ്റിൽ കൊടുക്കാം. ദെൻ ഇറ്റ്സ് ADR ഇസ് വെർട്ടിഗോ. ഓക്കെ, സിവിയർ ആയിട്ടുള്ള തലക്കറക്കം. ദാറ്റ് ഇസ് ദി ADR ഓഫ് നമ്മുടെ മിനോസൈക്ലിൻ. ഇറ്റ്സ് എ ടെട്രാസൈക്ലിൻ ആണ്. ദെൻ ലാസ്റ്റ് ഡ്രഗ് ഇസ് ക്ലാരിത്രോമൈസിൻ. ഇറ്റ്സ് എ മാക്രോലൈഡ് ആൻറ്റിബയോട്ടിക്, ആക്ട് അഗൈൻസ്റ്റ് മൈക്കോബാക്ടീരിയം ലെപ്രയ്ക്ക്
against ആക്ട് ചെയ്യുന്ന ഒരു മാക്രോലൈഡ് ആൻറ്റിബയോട്ടിക് ആണ്. ദെൻ ഇറ്റ്സ് എ ബാക്ടീരിയസിഡൽ ദാൻ റിഫാംപസിൻ, ലെസ് ബാക്ടീരിയസിഡൽ. റിഫാംപസിൻ്റെ അത്രയും പൊട്ടൻസി കപ്പാസിറ്റി ഇല്ല. സോ ക്ലാരിത്രോമൈസിന് നമ്മൾ MDT-യിൽ കൊടുക്കാറുണ്ട്. ദെൻ യൂസസ് മോണോതെറാപ്പി വിത്ത് ക്ലാരിത്രോമൈസിൻ 500 mg കോസസ് 99.9% ബാക്ടീരിയസിഡൽ വിത്ത് 8 weeks. അപ്പം ഇത് കോമ്പിനേഷനിൽ അലോണായിട്ടും കൊടുക്കാൻ പറ്റും. അലോണായിട്ട് കൊടുക്കുകയാണെങ്കിൽ 500 കൊടുത്താൽ നല്ല ഒരു ബാക്ടീരിയസിഡൽ ആക്ഷൻ തന്നെ കാണിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദി ക്ലാരിത്രോമൈസിൻ.